ഹായ് ഓൾ, വെൽക്കം ടു ഹർ ആർട്ട് ടീൽസ്. സോ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഈ ക്യൂട്ട് ഡെസ്ക് കലണ്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നായിരിക്കും നോക്കുന്നത്. ആൻഡ് ആർ യു എക്സൈറ്റഡ് ടു വെൽക്കം 2025? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നിങ്ങളുടെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? ആർ യു ഓൾ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു വെൽക്കം 2025? ഓക്കെ, ഞാൻ കാലണ്ടർ ചെയ്യാമെന്ന് പിൻട്രസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഈ റെക്ടാങ്കുലർ കാലണ്ടർ വിത്ത് സ്റ്റിക്കേഴ്സ് ഓൺ ദ സൈഡ് അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയി ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ആനിമൽ തീം കാലണ്ടർ ചെയ്യാമെന്ന് വിചാരിച്ച് ക്യൂട്ട് ആനിമൽസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ക്യൂട്ട് ആനിമൽസിൻ്റെ സ്റ്റിക്കേഴ്സും പിക്ചേഴ്സൊക്കെ വന്നു. ഞാൻ എല്ലാത്തിൻ്റെയും ഫേസ് ഡ്രോ ചെയ്ത് ഈ എല്ലാ ആനിമലും പോസ്റ്റർ പിടിച്ച് നിൽക്കുന്ന രീതിക്കുള്ള ഒരു കാലണ്ടറാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ 12 ഡിഫറെൻറ്റ് ആനിമൽസും വരച്ചു. എന്നിട്ട് മാർക്കർ ഉപയോഗിച്ച് എല്ലാത്തിനും കളർ ചെയ്ത് കൊടുത്തു. ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് ആനിമൽസ്, ഔട്ട്ലൈൻ എല്ലാ ആനിമൽസിനും സിമിലർ ആയിരുന്നു. ബട്ട് കളർ ചെയ്ത് തുടങ്ങിയപ്പം വേണ്ടായിരുന്നു എന്ന് തോന്നി. ബട്ട് അവസാനത്തെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ എം ഷുവർ യു ഓൾ വിൽ ലൈക്ക് ദിസ്. സോ ഞാൻ ഈ ആനിമൽസൊക്കെ വരച്ച് ആ ഷേപ്പിൽ കട്ട് ചെയ്താണ് ഈ കാലണ്ടർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ തന്നെ മതി എന്നാണെങ്കിൽ ആ റെക്ടാങ്കുലർ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ ഞാനിവിടെ യൂസ് ചെയ്ത പേപ്പർ വാട്ടർ കളർ പേപ്പറാണ്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് തിക്കർ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വരച്ചപ്പം. പക്ഷെ കളർ ചെയ്ത് തുടങ്ങിയപ്പം ഏത് ആനിമലാണ് വരയ്ക്കേണ്ടത്, 12 ഡിഫറെൻറ്റ് ആനിമൽസ് ആണല്ലോ വേണ്ടത്, റിപ്പീറ്റ് അടിക്കേണ്ടതെന്ന് വിചാരിച്ചു. സോ ഇച്ചിരി ഒന്ന് കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ എവിടെയൊക്കെയോ നോക്കി എങ്ങനെയൊക്കെയോ കളേഴ്സൊക്കെ കൊടുത്ത് ഓൾമോസ്റ്റ് 12 ആനിമൽസ് ചെയ്തെടുത്തു. എനിക്ക് അവസാനത്തെ റിസൾട്ട് ഭയങ്കര ക്യൂട്ടായി തോന്നി. അങ്ങനെ എല്ലാത്തിനും കളറൊക്കെ ചെയ്ത് 12 ആനിമൽസിനും കളറൊക്കെ ചെയ്ത് ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് പിന്നെ ഞാൻ വിചാരിച്ചു ആ പോസ്റ്റർ വൈറ്റ് തന്നെ ഇരുന്നോട്ടെ എന്ന് ആദ്യം. ബട്ട് കളറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി അത് ബോറായി തോന്നി. അതുകൊണ്ട് ഞാൻ പോസ്റ്റർ ഒരു ഹാഫ് വൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് എല്ലാത്തിനും ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്ലാക്ക് ജെൽ പെൻ എടുത്ത് ആ പോസ്റ്ററിന് ഔട്ട്ലൈൻ കൊടുത്തു. ദിസ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്. എല്ലാം വരച്ചതിന് ശേഷം എനിക്ക് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോസ്റ്ററിന് മാത്രമാണ് ഞാൻ ജെൽ പെൻ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തത്. ആനിമൽസിനൊക്കെ ഞാൻ ആക്രിലിക് മാർക്കർ വെച്ചാണ് ഔട്ട്ലൈൻ കൊടുത്തത്. അങ്ങനെ എല്ലാത്തിനും ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ഞാൻ എല്ലാത്തിനും നമ്പേഴ്സും എഴുതുന്നത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ബോറാവും എന്ന് കരുതി ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഇനി ഒരു സിസേഴ്സ് എടുത്ത് ഇതൊക്കെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തപ്പം സൈഡിലൊന്നും സ്പേസ് വിടാതെയാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഇച്ചിരി വൈറ്റ് സ്പേസ് വിട്ട് ഹോളായി കട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ പോസ്റ്ററിൻ്റെ ഭാഗത്ത് മാത്രം ഇച്ചിരി വൈറ്റ് സ്പേസ് വിട്ട് കട്ട് ചെയ്യാം. ഈ പേജസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഞാനിതിലൊരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഇങ്ങനെ കലണ്ടർ ഉണ്ടാക്കുമ്പം നമുക്കത് ഡെസ്ക് കലണ്ടർ അല്ലേ, അപ്പോൾ അത് ടേബിളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി ലെങ്ത് ഇച്ചിരി കൂടുതൽ എടുത്ത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ബട്ട് ഞാൻ എടുത്തപ്പോൾ അത് സെയിം കാലണ്ടർ പേജിൻ്റെ ലെങ്ത് ആയിപ്പോയി. പിന്നെ അതിൽ എവിടേക്കോ റൈറ്റിങ്സ് ഉള്ളത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മാർക്കർ എടുത്ത് കളർ ചെയ്തു. ബട്ട് സംഹൗ ഫൈനലി ഞാൻ ഈ ഒരു വിധത്തിലാക്കി എടുത്തു. എന്നിട്ട് 2 സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തു. പിന്നെ കാലണ്ടറിന് കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്യൂട്ട് ഡോഗ് തീം എടുത്ത് 2025 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ സ്പൈറൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു തിക്ക് പേപ്പർ എടുത്ത് തിന്നായി കട്ട് ചെയ്ത് അതിൻ്റെ ഹോളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു പ്ലേസ് ദ പേജസ് 1 by 1 ആയി പ്ലേസ് ചെയ്യണം. ഇതൊരു 4 minutes വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഏത് ആനിമലാണ് നിങ്ങൾക്ക് ഏറ്റവും ക്യൂട്ടായി തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.